സുഗമദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷിയാണെങ്കിൽ അവന് കാവലിരിക്കുന്ന ഗുണ്ടയുടെ ഫോണിൽ നിന്നും അവർ പോലും അറിയാതെ അരുന്ധതിയെ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടുകൊണ്ട് പ്രകാശം വരികയാണ്. അതുകൊണ്ട് തന്നെ ഋഷിക്ക് പ്രകാശനാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള സത്യം അരുന്ധതിയോട് അറിയിക്കാനായിട്ട് കഴിയുന്നില്ല. അതിനു മുമ്പായി തന്നെ ഋഷിയെ അടിച്ചു വീഴ്ത്തുകയാണ്. ഫോൺ കട്ടാവുന്നുണ്ട്. അരുന്ധതിക്കാണെങ്കിൽ ഋഷിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ആകെ ഒരു ആശ്വാസവും സന്തോഷവും ഒക്കെ ആവുകയാണ്. അതിലുപരി തൻ്റെ മകന് ഈ വിളിച്ചതിൽ എന്തോ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ഋഷിയെ അടിച്ച് താഴെ ഇടുന്നൊക്കെയുണ്ട് പ്രകാശ്. നിനക്ക് നിന്റെ അമ്മയെ വിളിക്കണല്ലേടാ, ഇനി നീ നിന്റെ കൈ പൊക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ബോധം കെടുന്നത് വരെയും അടിച്ചിടുന്നു. അങ്ങനെ അരുന്ധതി ആവട്ടെ ഒരു ഒരു ഭയം ഉള്ളിൽ വന്നതുകൊണ്ട് തന്നെ വേഗം ദേവികയെ വിളിക്കുകയാണ്. എൻ്റെ മോൻ ഋഷി ഇപ്പോൾ വിളിച്ചിരുന്നു, അവനെ ഉപദ്രവിക്കല്ലേ എന്ന് എസ്തപ്പാനോടൊന്നും പറയേ. ദേവിക എസ്തപ്പാൻ്റെ ഫോണിൽ നിന്നാണോ എന്നറിയില്ല, അവനിപ്പോൾ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവികയും ശാരികയും ലൗഡ് സ്പീക്കർ ഇട്ടാണ് ഇത് കേൾക്കുന്നത്. അവരാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും താനൊന്നും ചെയ്യില്ല എന്നും അതുകൊണ്ട് തന്നെ എസ്തപ്പാനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ ഒന്ന് വിട്ടുതരാനായിട്ട് പറയുന്നൊക്കെ ദേവികയോട് അരുന്ധതിയാണെങ്കിൽ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ദേവികയ്ക്കും ശാരികയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഫോൺ കട്ടാക്കിയതിന് ശേഷം ദേവിക പറയുന്നുണ്ട്, ഋഷി എവിടെയോ നിന്ന് അരുന്ധതിയെ വിളിച്ചിട്ടുണ്ട്, അതാണിപ്പോൾ അവരിങ്ങനെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീശിയ വലയിൽ അവർ വീണിട്ടുണ്ട്, നമ്മൾ തന്നെയാണ് ഇതിൽ പുറകിലെന്നുള്ള സത്യം അവർ വിശ്വസിച്ചിരിക്കുന്നു. ചേച്ചി ഇനിയെന്താ അടുത്ത പ്ലാൻ? വരട്ടെ, ഓരോരുത്തരെയായിട്ട് പൂട്ടണം. ഇനി ഇസബലയും കെവിനുമാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ കെവിനാണെങ്കിൽ എസ്തപ്പാൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം ഏലിയമ്മയാണ് അവനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഏലിയമ്മ എസ്തപ്പാനെ ധാര വരുന്നു എന്ന് പറയുമ്പോൾ ഇത് മറ്റാരുമല്ല, അവനാ ആ കെവിൻ, നന്ദൻ സാറിന് ഇത്ര അവസ്ഥയിലേക്ക് ആക്കിയവനെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ എസ്തപ്പാനാണെങ്കിൽ കെവിന് നേരെ പാഞ്ഞെടുക്കുന്നു. എന്തായാലും കെവിനിട്ട് രണ്ട് പൊട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.